ഹായ് സുഹൃത്തുക്കൾ, അലിയാണ്, അലി പരപ്പനങ്ങാടി കേട്ടോ. അപ്പോഴേ പിന്നെ നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, പുഴുവിനെ കഴിക്കുന്നത് ഭയങ്കര ടേസ്റ്റ് ആണെന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ കഴിക്കാൻ വന്നല്ല കേട്ടോ, അത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വന്നതാണ്. അപ്പൊ ഇത് ഇഷ്ടമുള്ളവരുണ്ടാവും. പിന്നെ ഇവരിത് പെറ്റ്സിനാണ് അല്ലേ? പെറ്റ്സിൻ, മെയിനായിട്ട് പെറ്റ്സിനായിട്ട് കേട്ടോ. അപ്പൊ ഞാനിത് കഴിക്കാൻ ഞാൻ നിങ്ങൾക്ക് ശുപാർശ ചെയ്യൂല കേട്ടോ, ഒരിക്കലും ഞാൻ ചെയ്യൂല. പക്ഷെ ഇവര് കഴിക്കാറുണ്ടെന്നാ പറഞ്ഞത് അല്ലേ? കഴിക്കാറുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ഒരിക്കലും അത് ശുപാർശ ചെയ്യണില്ല. ഞാൻ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള നിങ്ങളെ പരിചയപ്പെടുത്താൻ വന്നതാണ്. അപ്പൊ നമുക്ക് ഇവരൊന്ന് പരിചയപ്പെടാം, കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം കേട്ടോ. ഒരു ആംപ്ലേറ്റ് അടിക്കലുണ്ട്, ബിരിയാണി വെക്കൽ എന്നൊക്കെ കേട്ടത്. അപ്പോ നമുക്ക് ആ വീഡിയോ ഒന്ന് വിശദമായിട്ട് കാണാം. നമ്മളെ നാട്ടിൽ കാണാത്ത സംഭവമാണ് അല്ലെ? ചൈനയിലൊക്കെ തീർച്ചയായിട്ടും പുറം രാജ്യങ്ങളിലാണ് കൂടുതലുള്ളത്. ഇത് എത്ര വർഷമായി ഇപ്പോഴത്തേക്കുള്ള പരിപാടി? 7 വർഷത്തിന് പുറത്തായിട്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ആളുകളൊക്കെ പിന്നെ ഇഷ്ടപ്പെടുന്ന സംഭവം? എങ്ങനെയാണ് ജനങ്ങളിലേക്കുണ്ട്? അങ്ങനെ എത്തിയിട്ടുണ്ടോ സംഭവം? ഇപ്പം ജനങ്ങളിലേക്ക് ഇങ്ങനെ എത്തി തുടങ്ങിയിട്ടുണ്ട്. കുഴപ്പമില്ല, ഇങ്ങനെ പോകുന്നുണ്ട്. ഇനിയും ഇതിന്റെ വളർച്ചാ നിരക്കും അല്ലെങ്കിൽ ഇതിന്റെ വിപണന സാധ്യതയും കൂടുതലാണ്. ചില ഇത് കൂടുതൽ രീതിയിൽ ആവശ്യങ്ങളായിട്ട് വരുമെന്നുള്ളതിൽ ഒരു സംശയമില്ല. ഇപ്പം നമ്മുടെ ഇപ്പം മറ്റുള്ള ജീവികളെ വളർത്തുന്ന ആളുകളും അതുപോലെ മനുഷ്യര് തിന്നാനും കൊണ്ടുപോകുന്നുണ്ട്, പല കാര്യങ്ങൾക്കും കൊണ്ടുപോകുന്നുണ്ട്. അതായത് നിങ്ങൾ ആംപ്ലേറ്റ് ഒക്കെ അടിച്ച് കഴിക്കും? നമ്മളിത് പല രീതിയിലും നമ്മളിത് ഫുഡായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതിനൊരു കുഴപ്പവും ഇപ്പൊ ഇതുവരെ. എങ്ങനെയൊക്കെയാണ് കഴിച്ചോന്ന് പറയാം? എങ്ങനെയൊക്കെയാണ്? നമ്മളിപ്പോ ഇവിടെ ബിരിയാണി വെച്ച്, മന്തി വെച്ച്, പെട്ട്, ഉപ്പുമാവ്, അതുപോലെ ഐസ്ക്രീം ബേസ് ചെയ്തിട്ട്, അതുപോലെ ബർഗർ, സാധാ ഓംലേറ്റ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ഇനിയും ഒരുപാട് സംഭവങ്ങൾ ചെയ്യാൻ പറ്റും. എന്താ വെച്ചാൽ ഇത് എന്തിന്റെ കൂടെ നമുക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ പേര്? എന്റെ പേര് ഫിറോസ് ഖാൻ. ഞാനിവിടെ കോഴിക്കോട് ജില്ലയിൽ കുണ്ടായിത്തോടാണ് താമസിക്കുന്നത്. അപ്പോ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ആരെങ്കിലും വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ നമ്പർ വിളിച്ചിട്ടേ വരാവൂ. ഞാൻ ചില സമയത്ത് വീട്ടിലുണ്ടാവാറില്ല. അപ്പൊ നമ്പർ ഞാൻ ഒരു തവണ പറയാം: 9020999414. നമ്പറിൽ വിളിച്ചിട്ട് വരാം. പിന്നെ നിങ്ങൾക്ക് കൊറിയർ ആവശ്യമെങ്കിൽ നമുക്ക് കൊറിയർ സെറ്റപ്പ് ഉണ്ട്. എല്ലാ ആഴ്ചയും കൊറിയർ സെറ്റപ്പ്. ഇത് എങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഫീഡിങ്? പിന്നെ മത്സ്യത്തിനാണോ? എല്ലാം മത്സ്യത്തിനോ നമുക്ക് എല്ലാ ജീവികൾക്കും കൊടുക്കാം, ഒന്നും കുഴപ്പമില്ല. നമുക്കിത് 5 രീതിയിൽ ഉപയോഗിക്കാം. അതായത് ഡ്രൈ ആയിട്ടും, ലൈവ് ആയിട്ട്, പൗഡർ ആയിട്ട്, പേസ്റ്റ് ആയിട്ട്, ക്രീം ആയിട്ട്, ഈ 5 രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. അത് നമ്മുടെ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നോ അതിനോടനുബന്ധിച്ച് നമുക്ക് ഈ വിഷയത്തെ ചെയ്തിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇപ്പോ ഇവിടെ വന്നിട്ട് പലരും പല രീതിയിലുള്ള ആഗ്രഹങ്ങൾ വെച്ചിട്ട് കൊണ്ടുപോയിട്ട് അവരവിടെ ബ്രീഡ് ചെയ്യിച്ചിട്ട് അവരും പലരും കഴിച്ചിട്ട് നല്ല റിസൾട്ട് ഇതുവരെ കിട്ടിയിട്ടുണ്ട്. ഇതുവരെ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. നമ്മളിപ്പോ ഇവിടെ വളർത്താനുള്ള വേമാണ് ഇപ്പം കൂടുതൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് 1 ടൈം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം, ലൈഫ് ലോങ് പ്രൊഡക്ഷൻ. അതാകുമ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കഴിക്കണം എന്ന് തോന്നുമ്പോൾ നിങ്ങൾക്ക് കഴിക്കാം. നിങ്ങൾ വളർത്തുന്ന സാധനമാകുമ്പോൾ നിങ്ങൾക്ക് അതിൽ 100% കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പൊ ആ രീതിയിലാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്. അതിന്റെ എല്ലാ ട്രെയിനിങ്ങും കാര്യങ്ങളും. കൊടുക്കുന്ന ഭക്ഷണം ഓട്സ്, ഗോതമ്പ്, അതുപോലെ ആപ്പിള്, ബീട്രൂട്ട്, കാരറ്റ്, ഓറഞ്ച്, ഇങ്ങനെ സംഭവങ്ങളാണ്. പൊട്ടാറ്റോ. ഈ ഓറഞ്ച് നിങ്ങൾ തുടക്കക്കാർ ഫസ്റ്റ് കൊടുക്കാതിരിക്കലാണ് ഏറ്റവും നല്ലത്. എന്താ വെച്ചാൽ ഓറഞ്ച് കുറച്ച് ആസിഡ് പവറും വാട്ടർ കണ്ടന്റും കുറച്ച് കൂടുതലുള്ളതിനെ കൊണ്ട് അത് നിങ്ങൾക്ക് വളരെ കെയർ ചെയ്തിട്ട് കൊടുക്കേണ്ട സംഭവമാണ്. നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകുമ്പോൾ ഇതിനോടനുബന്ധിച്ചിട്ട് എല്ലാ ഫോളോപ്പിങ്ങും നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ നാട്ടുകാരുടെ, അയൽവാസികളുടെ ഒക്കെ പ്രതികരണം എങ്ങനെയാണ്? ഇപ്പം 100% എല്ലാവരും സപ്പോർട്ടാണ്. പക്ഷേ ഇന്നലകൾ, അതായത് ഇതിന്റെ തുടക്കത്തിൽ പലരും എന്റെ അടുത്ത് പറഞ്ഞിരുന്നു, ഇങ്ങനെ ആരെങ്കിലും ഇത് വളർത്തോ, അല്ലെങ്കിൽ ഇത് വളർത്തൽ വിജയിക്കോ, അല്ലെങ്കിൽ ഇതൊക്കെ ഒരു നല്ല ഏർപ്പാടാണോ, അങ്ങനെ പല രീതിയിലും എന്താ പറയാ, ഒരു ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള സംസാരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ എന്തോ ചെറിയ സമയം കൊണ്ട് തന്നെ എനിക്ക് തിരുത്തിക്കാൻ പറ്റി. ഇതുവരെ ഇപ്പൊ ഒരു കുഴപ്പമില്ല. ഇപ്പം വീട്ടുകാരാവട്ടെ, കുടുംബക്കാരാവട്ടെ, അല്ല അയൽവാസികളായിട്ട് ആരെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ശല്യമില്ല. പിന്നെ ഇത് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്ന സംഭവമല്ല. ഇവരെ കൊണ്ട് ശബ്ദ മലിനീകരണമില്ല, ദുർഗന്ധമില്ല. ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ വേസ്റ്റ് ഇല്ല. അതാണ് ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റ്. ഇവർക്കൊരു വേസ്റ്റും ഇല്ല, എല്ലാം ഉപയോഗിക്കാവുന്ന സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് ഇവർ എഴിഞ്ഞു ചാടി താഴെ പോയി, അല്ല മറ്റൊരാളുടെ വീട്ടിൽ കയറിപ്പോയി, പാറിപ്പോയി, ഇങ്ങനെ സംഭവങ്ങളൊന്നും പറയാനില്ല. ഇത് ഏറ്റവും ടേസ്റ്റ് നിങ്ങൾ ബിരിയാണി വെച്ചിട്ട് ഓംപ്ലേറ്റ് ഏറ്റവും ടേസ്റ്റ് ലൈവാണ്. ലൈവ് എന്ന് പറഞ്ഞാൽ സംഭവം ലൈവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവനോടെ ഭക്ഷണം കഴിക്കുന്നത്, അത് അങ്ങനെ കഴിക്കുമ്പോഴാണ് ഏറ്റവും ടേസ്റ്റ്. അതായത് ആ ജീവനോടെ കഴിക്കുമ്പോഴേ നമുക്ക് അതിന്റെ യഥാർത്ഥ അഭിരുചി മനസ്സിലാവുള്ളൂ. അല്ലാതെ നമ്മൾ എന്തിന്റെ കൂടെ ചേർത്താലും അത് നമ്മൾ ഇതിന്റെ ഒരു പരിമിതി അളവായിരിക്കും നമ്മൾ ഇതെടുക്കുക. നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവും മറ്റു പല സംഭവങ്ങൾ. അപ്പം ഇതിന്റെ ടേസ്റ്റും അതിന്റെ ടേസ്റ്റും നമുക്ക് ഒറ്റയടിക്ക് വേർതിരിക്കാൻ പറ്റില്ല. ലൈവ് ആകുമ്പോൾ നമുക്ക് 100% ഇതിന്റെ ഒരു ടേസ്റ്റ് കൺഫേം ചെയ്യാൻ പറ്റും. ഇത് ഇന്നതാണെന്ന് കൺഫേം ആക്കാൻ പറ്റും.